ഡോക്ടർ ശശി തരൂര് വീണ്ടും ബോംബിട്ടിരിക്കുകയാണ്. ഈ ആരുടെ ചട്ടക്കൂട്ടിനകത്തും തരൂര് നിൽക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ കഴിവ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക, അതില്ലെങ്കിൽ താൻ തൻ്റെ വഴി നോക്കും എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത്. തരൂരിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് കോൺഗ്രസ്സിലെ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രൊഫൈലാണ് ഉള്ളത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നതല്ലേ? അല്ല, തരൂര് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഈ അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ തരൂരും കോൺഗ്രസ് ഹൈക്കമാൻഡും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, നമ്മളത് എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായ റാങ്കിൽ ഇത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം തരൂരാണ് എൻ്റെ ഒരു കഥാപാത്രം എന്നുള്ള നിലയിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തരൂര് പെട്ടെന്ന് നമ്മുടെ മീഡിയയുടെ ശ്രദ്ധയിലേക്ക് വന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോഴാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ട് ശശി തരൂർ സംസാരിച്ചതിനെക്കുറിച്ച് ഒരു പത്രത്തിലും വന്നില്ലെങ്കിലും മനോരമയിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് സഹിതം ഉണ്ടായിരുന്നു. തരൂർ എന്ത് ചോദിച്ചു, രാഹുൽ എന്ന് മറുപടി പറഞ്ഞു. ഇവർ രണ്ടുപേരും അടച്ചിട്ട മുറിയിലാണ് ഇരുന്നത്. അവിടെ സംസാരിച്ച കാര്യമാണ് മിഥുൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം മനോരമയിൽ എഴുതിയിരിക്കുന്ന അതൃപ്തി മാറാതെ തരൂർ, അതാണ് അതിൻ്റെ തലക്കെട്ട്. 21-ാം തീയതി മലയാള മനോരമയുടെ തലക്കെട്ടാണ്. ഈ മനോരമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മനോരമ ഈ കോൺഗ്രസ്സുകാരുടെ ദൈവം പിന്നെ സോണിയാജിയും രാഹുൽജിയും ത്രിമൂർത്തികളാണ്, പ്രിയങ്കാജിയും. അവരുടെ വിശുദ്ധ പുസ്തകം എന്ന് പറയുന്നത് മലയാള മനോരമയാണ്. ഒരു മതം പോലെ ആയി കോൺഗ്രസ്. അപ്പോൾ ഇവിടെ മനോരമയിലാണ് ഇത് പറയുന്നത്. ഞാൻ ആ വാർത്തയൊന്ന് വായിച്ചു. ഒരു ദിവസം 3-4 പത്രം നമ്മളൊക്കെ വായിക്കുന്നതല്ലേ. അതിനകത്തൊരു ജേർണലിസ്റ്റിനെ ഞാൻ കണ്ടില്ല. അതിനകത്തൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. എന്തായാലും മലയാള മനോരമ വായനക്കാരുടെ ഭാഗ്യമുണ്ട്, അതിന് രേഖാചിത്രം കൊടുത്തില്ല. അല്ലെങ്കിൽ തരൂർ ഇവിടെ ഇരുന്നു, രാഹുൽ ഇവിടെ ഇരുന്നു, ഇവിടെ ചായ വെച്ചു എന്നൊക്കെ കാണിക്കുമായിരുന്നു. അതുണ്ടായില്ല. അപ്പോൾ നല്ല സ്ക്രിപ്റ്റാണ് മിഥുൻ കുര്യാക്കോസ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു പത്രത്തിനും കിട്ടാത്ത ഡയലോഗാണ് മിഥുൻ കുര്യാക്കോസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ലേഖകനെ നേരത്തെ എനിക്ക് ഇദ്ദേഹത്തിനെ അറിയാം. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത്, ഇലക്ഷൻ ക്യാമ്പയിൻ വരുന്ന സമയത്ത്, ഇപ്പോൾ അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്ററായി. തിരഞ്ഞെടുപ്പ് എടുത്തു കഴിയുമ്പോൾ അദ്ദേഹം ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാകും. സൺഡേ സ്കൂൾ അധ്യാപകൻ എന്താ പറയുന്നത് നമുക്കറിയാമല്ലോ. എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഇലക്ഷൻ്റെ അദ്ദേഹത്തിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ഇടവകയ്ക്ക് നല്ലൊരു സൺഡേ സ്കൂൾ അധ്യാപകനെ നഷ്ടപ്പെട്ടു പോയിട്ടു. ഇങ്ങനെയാണ് മീഡിയ ഈ സംഭവത്തെ, അതായത് തരൂർ സംഭവത്തെ കാണുന്നത് എന്നുള്ളതാണ്. ഇനി മനോരമയുടെ വാർത്ത തന്നെ എടുത്താൽ, തരൂരിനോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് പാർട്ടി ലൈനിൽ ഉറച്ചു നിൽക്കണം. എന്താ പാർട്ടിയുടെ ലൈന്? പാർട്ടിയുടെ ലൈൻ എന്നാൽ കാശ്മീരിന് പ്രത്യേക അവകാശം കൊടുക്കണം, ഇന്ത്യയുടെ വാതിലുകൾ റോഹിംഗ്യൻ അഭയാർത്ഥികളടക്കം സകല തീവ്രവാദികൾക്കും തുറന്നു കൊടുക്കണം, അതുപോലെ തന്നെ ഈ രാജ്യത്തിന് വെളിയിലെല്ലാം പോയി ഇന്ത്യക്കെതിരായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ട് പ്രസംഗം നടത്തണം. ഇതിൻ്റെ പാർട്ടിയുടെ ലൈൻ. വേറെ എന്തോ പാർട്ടിക്ക് ലൈനുള്ളത്? വേറൊരു പാർട്ടി ലൈനും ഇല്ലായിരുന്നു. ഇതിലുറച്ചു നിൽക്കാൻ തരൂരിന് പറ്റുമോ? രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതനുസരിച്ച്, മനോരമ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രാഹുൽ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ പാർട്ടി ലൈനിൽ ഉറച്ചു നിൽക്കാൻ തരൂരിന് പറ്റില്ല. മനോരമ പറയുന്നത് തരൂർ ആവശ്യപ്പെട്ടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ചുമതല തനിക്ക് തരണമെന്നാണ്. കാരണം ഒരു തലമുറയെ വാർത്തെടുക്കാനാണ്. രാഹുൽ ഗാന്ധി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധയെ പറഞ്ഞു നടക്കുകയില്ല എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, പാർട്ടിയുടെ നേതൃത്വത്തിലെത്താൻ താൻ യോഗ്യനായിരുന്നു, പാർലമെൻ്ററി പാർട്ടിയുടെ. പക്ഷേ അവിടെ രാഹുൽ ഗാന്ധിയാണ് എത്തിയത് എന്ന് പറഞ്ഞാൽ രണ്ടാമതായിട്ടെങ്കിലും തന്നെ പരിഗണിക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം. പിന്നെ അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട്, കേരളത്തിൽ ആരെയെങ്കിലും നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്നുണ്ടോ? ഇല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതൊക്കെയാണ് ഈ പത്രത്തിൻ്റെ ഈ സ്ക്രിപ്റ്റിലെ, മിഥുൻ കുര്യാക്കോസിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം സംഭവിക്കാൻ സാധ്യത. കുര്യാക്കോസ് അദ്ദേഹത്തിൻ്റെ ഭാവന വെച്ചെഴുതിയതാകാനാണ് സാധ്യത. കാരണം കഥ കടച്ച മുറിയിൽ ഇരുന്ന് രണ്ടുപേരും സംസാരിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ മനോരമയിൽ മിഥുൻ കുര്യാക്കോസിന് അറിഞ്ഞെങ്കിൽ ഒന്നിൽ അദ്ദേഹത്തിൻ്റെ സിക്സ്ത് സെൻസ് വേണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാഠവും ഉണ്ടാകാം. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നതിൻ്റെ തെറ്റാണ്, രാഹുൽ ഗാന്ധി എന്നാണ് യഥാർത്ഥ പറയേണ്ടത്. പിന്നെ നമ്മൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നു മാത്രം. ഇദ്ദേഹം പിന്നെ ശശി തരൂരുമായിട്ട് ബേസിക്കായിട്ടൊരു വ്യത്യാസമുണ്ട്. ശശി തരൂർ ഒരു പൂർണ്ണ ഭാരതീയനാണ്, രാഹുൽ ഗാന്ധി അർദ്ധഭാരതീയനാണ്. അർദ്ധഭാരതീയനാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയെ വിവാഹം കഴിച്ച് ഇവിടെ എത്തി 13 വർഷത്തിന് ശേഷമാണ് സോണിയ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. അപ്പോൾ സോണിയ ഇറ്റാലിയൻ പൗരയായിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ രാഹുലിൻ്റെ ജനനം. അപ്പോൾ അദ്ദേഹം ഒരു അർദ്ധ ഭാരതീയനാണ്. പിന്നീട് സോണിയാജി
നമ്മുടെ ഇന്ത്യൻ പൗരത്വമൊക്കെ സ്വീകരിച്ചു, അത് പ്രധാനമന്ത്രിയാകുക എന്നുള്ള ലക്ഷ്യം, അതൊക്കെ ആയിക്കോട്ടെ. ഇവരുടെ സംസ്കാരത്തിൽ, ഇവരുടെ വീക്ഷണത്തിൽ, ഇവരുടെ ഓരോ വിഷയത്തോടും രാജ്യത്തോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അർദ്ധഭാരതീയനായ ഒരാൾ ഇന്ത്യൻ സംസ്കാരത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്, ഭാരതത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്, ഭാരതത്തിൻ്റെ പഴയ പൂർവ്വ സൂര്യകളെ എങ്ങനെയാണ് അദ്ദേഹം അനുസ്മരിക്കുന്നത്. അതിന് ഭാരതത്തിൽ ജനിച്ച് വളർന്ന് ഇന്ത്യൻ ചരിത്രവും ഇന്ത്യൻ തത്വശാസ്ത്രങ്ങളും ഇന്ത്യൻ സാമ്പത്തിക ഘടനയും ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുമൊക്കെ നന്നായിട്ട് പഠിച്ച ആളാണ് ശശി തരൂർ. അപ്പം ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിൽ രണ്ട് വ്യത്യാസമുള്ളത്. ഒന്ന് അതിൻ്റെ ഒരു സാംസ്കാരികമായ വ്യത്യാസമാണ്, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അർദ്ധഭാരതീയനും ഭാരതീയനും തമ്മിലുള്ള വ്യത്യാസം, അതെന്തോ ഗുണമായാലും ദോഷമായാലും അതാണ് അത്. രണ്ടാമത്തെ, ഇവരുടെ IQ ലെവലിനൊരു വ്യത്യാസമുണ്ട്. തരൂരിൻ്റെ IQ എവിടെ നിൽക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ IQ എവിടെ നിൽക്കുന്നു. രാഹുൽ ഗാന്ധി ആരാന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ രണ്ട് ബൗദ്ധികമായ നിലവാരമുള്ള രണ്ട് പേരാണ്. അപ്പോൾ ശശി തരൂർ അസ്വസ്ഥനായതിൽ ഞാൻ അത്ഭുതപ്പെടത്തില്ല. കാരണം കഴിഞ്ഞ ലോക്സഭയിൽ, അതായത് 2019 മുതൽ 24 വരെ ഉണ്ടായിരുന്ന ലോക്സഭാ കാലയളവിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി, അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനമില്ല, പക്ഷേ കോൺഗ്രസിനെ നയിക്കാൻ അവരെ ചുമതലപ്പെടുത്തിയത് ബംഗാളിൽ നിന്ന് വന്ന ഒരു അധീർ രഞ്ജൻ ചൗധരിയാണ്. സാമാന്യം വിവരക്കേടുള്ള ഒരാളാണ് അദ്ദേഹം, അത്യാവശ്യം എന്താ പറയേണ്ടതെന്നറിയത്തില്ല, ഒരു കോമാളി പോലെ ഒരാൾ. അദ്ദേഹമാണ് കോൺഗ്രസൻ. ആ മനുഷ്യൻ്റെ പിന്നിലാണ് ഇരിക്കേണ്ട ഗതികേടാണ് ശശി തരൂരിന് വന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ശശി തരൂരിനെ കാണുന്നത് ഈ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താന്, ഹൈബി ഈഡന്, ഈ ഒരു നിലയിലാണ് ഈ ശശി തരൂരിനെ കാണുന്നത്. ശശി തരൂർ അവിടെ നിൽക്കാൻ ഒക്കുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് 2013 2014 ആസാമിലൊരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹിമന്ത ബിശ്വാസ് ശർമ്മ എന്നാണ്. അദ്ദേഹം പോയി രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി. അറിയപ്പെടുന്ന ആളാണ്. ഈ ഹിമന്ത ബിശ്വാസ് ശർമ്മ രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുന്നത് 2014 അന്ന് രാഹുൽ ഗാന്ധിയുമായിട്ട് ആസാമിലെ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് പോയത്. അന്നത്തെ ആസാമിലെ അന്നത്തെ ചീഫ് മിനിസ്റ്ററും അവിടുത്തെ ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി രാഹുൽ ഗാന്ധിയെ ശ്രദ്ധപ്പെടുത്താണ് ചെന്നത്. രാഹുൽ ഗാന്ധി കുറേ നേരം ഇദ്ദേഹത്തിനെ ഓഫീസിന് പുറത്തിരുത്തി. അത് കഴിഞ്ഞ് തിരിച്ച് ചെന്നപ്പോഴപ്പോഴേ രാഹുൽ ഗാന്ധി മടിയിൽ അദ്ദേഹത്തിൻ്റെ പട്ടിയെ വെച്ച് ഇങ്ങനെ താലോലിച്ചുകൊണ്ട് അതിന് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടാണ് ഈ ഹിമന്ത ബിശ്വാസ് ശർമ്മ പറഞ്ഞ ഈ പരാതികളൊക്കെ കേട്ടത്. പകുതി കേട്ടു, പകുതി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് എല്ലാം കേൾക്കാൻ പറ്റിയില്ല. ആ മനുഷ്യനെ ഒന്നും പറയാതെ തിരിച്ചറിഞ്ഞു. അങ്ങനെ മനസ്സിലായി ഇത് തൻ്റെ ആത്മാഭിമാനത്തിന്, അന്തസ്സിന് നിരക്കുന്നൊരു പരിപാടിയല്ല ഈ മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നത്. ഇനി എന്തായാലും ശരി, ഇത് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അദ്ദേഹം BJPയിലേക്ക് ചേരുകയാണ്. BJPയിൽ ചേർന്ന് അദ്ദേഹത്തിനെ NDAയുടെ കൺവീനറാക്കി 2015. 2021 ഈ ഹിമന്ത ബിശ്വാസ് ശർമ്മ ആസാമിലെ മുഖ്യമന്ത്രിയായി. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞാണ്. പിന്നെ ആത്മാഭിമാനമുള്ള മറ്റൊരു നേതാവായിരുന്നു മമതാ ബാനർജി. അവർ സോണിയാഗാന്ധിയുടെ മുന്നിലൊന്നും പ്ലീഡ് ചെയ്യുന്ന ഒരാളല്ല. കാരണം അവർക്ക് ബംഗാളിലെ ജനം അവരെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത് അവർക്കറിയാം. അവർക്ക് ഇച്ഛാശക്തിയുണ്ട്. ഇച്ഛാശക്തി മാത്രമല്ല, ആത്മവിശ്വാസവും അന്തസ്സും ആത്മാഭിമാനവും ഉണ്ട്. അതൊരു നേതാവിന് വേണ്ട ഒരു കാര്യമാണല്ലോ, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആരായാലും ശരി. അപ്പം അവർ അങ്ങനെ ഒരാൾക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഈ പരിപാടി അവസാനിപ്പിച്ചു പോയത്. സോണിയാഗാന്ധിയായിട്ട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ശരത് പവാർ ഇത് അവസാനിപ്പിച്ചത്. ശരത് പവാർ മഹാരാഷ്ട്രയിൽ ഇന്നും പ്രമുഖനായ നേതാവാണ്. മമതാ ബാനർജി ഇന്ന് ബംഗാളിലെ മുഖ്യമന്ത്രിയാണ്. ഗുലാം നബി ആസാദ് ഇവരുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു. അദ്ദേഹത്തിന് പോലും ഈ നെഹ്റു കുടുംബത്തിൻ്റെ ധാർഷ്ട്യം, അഹങ്കാരം സഹിക്കാൻ വയ്യാതെ ഈ പാർട്ടി വിട്ടേച്ച് പോയ ആളുകളാണ്. ഇവിടെയാണ് ശശി തരൂരിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ശശി തരൂരിൻ്റെ ആത്മാഭിമാനവും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും രാഹുൽ ഗാന്ധിയെപ്പോലെ അദ്ദേഹത്തിനേക്കാൾ വളരെ IQ കുറഞ്ഞ, ഈ രാജ്യത്തോട് യാതൊരു സ്നേഹവുമില്ലാത്ത, ഭാരതത്തിനെക്കുറിച്ച് എന്തെല്ലാം കുറ്റം പറയാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ പറയുന്ന ഒരാളിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? ശശി തരൂർ UN അണ്ടർ സെക്രട്ടറി ജനറലായിട്ടിരുന്ന ആളാണ്. ഈ ലോകം എന്താണെന്ന് ശശി തരൂരിനറിയാം. രാഹുൽ ഗാന്ധി കരീബിയായി പോകുന്നുണ്ട്, പിന്നെ തൈവാനിൽ പോകുന്നുണ്ട്, പട്ടാലയിലൊക്കെ ഇറ്റലിയിലും പോകുന്നുണ്ട്. അതിനപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ മുന്നൊരു ലോകമില്ല. ലോകത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച ആളാണ് ശശി തരൂർ. അപ്പോൾ ശശി തരൂരിൻ്റെ ഒരു കാര്യം മനസ്സിലായി, ഈ മനുഷ്യൻ്റെ കൂടെ നിന്നാൽ തൻ്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല കോൺഗ്രസ് തന്നെ അപകടത്തിലാകും.
ആ സാഹചര്യത്തിലാണ് ശശി തരൂർ ശക്തമായൊരു നിലപാടെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ ശശി തരൂരിൻ്റെ മുന്നിലൊരു ചോദ്യമുള്ളത്. ശശി തരൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു, ഇനി ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കാനില്ല, എൻ്റെ അവസാന തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞു. ശശി തരൂരിൻ്റെ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഇനി ഒരു അംഗത്തിന് കാര്യമായ ബാല്യമില്ല എന്ന് ശശി തരൂരിന് അറിയാം. പക്ഷേ ശശി തരൂർ എന്ന് പറഞ്ഞൊരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂരിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ അദ്ദേഹത്തിനെ കോൺഗ്രസ് അനുവദിച്ചില്ല, അതല്ലേ സത്യം. അദ്ദേഹത്തിന് ഏതെങ്കിലും സ്ഥാനം കൊടുത്തില്ലെങ്കിലേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അധീർ രഞ്ജൻ ചൗധരിയെ പരിഗണിച്ചപ്പോൾ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തി. അപ്പോൾ ഇവിടെ ശശി തരൂരിൻ്റെ മുന്നിലുള്ള ഒരു മാർഗം ഒന്നുകിൽ മമതാ ബാനർജി ചെയ്തതുപോലെ, അല്ലെങ്കിൽ ശരത് പവാർ ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ ഹിമ നന്ദൻ ബിശ്വാസ് ചെയ്തതുപോലെ ധീരമായൊരു തീരുമാനം എടുക്കണം. ആ ഘട്ടത്തിൽ അദ്ദേഹം എത്തി. അതിൻ്റെ ഭാഗമാണ് അദ്ദേഹം ഈ പറയുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു BJP-യിലോട്ടോ അല്ലെങ്കിൽ CPM-യിലോട്ടോ ഒക്കെ പോകുമെന്നൊക്കെ പറയുന്നത് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതിനൊക്കെ സാധ്യത വിരളമാണ്. അദ്ദേഹം ലക്ഷ്യമാക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമാണ്. അല്ലാതെ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ ഒരു അംഗമാകാൻ പോകാം എന്ന് ശശി തരൂർ ചിന്തിക്കാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ മുന്നണിയിൽ തന്നെ രാഹുൽ ഗാന്ധി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ ചുമന്നുകൊണ്ട് പോയാൽ ഈ മുന്നണി തന്നെ തകർന്നു പോകുമെന്നാണ് ഘടകകക്ഷികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില അസംതൃപ്തി പല ഭാഗത്ത് വരുന്നുണ്ട്. മമതാ ബാനർജി പറഞ്ഞല്ലോ, കൽക്കട്ടയിലെ ഒരു കൂട്ടുകെട്ടുമില്ല, കോൺഗ്രസ് എങ്ങനെ വേണമെങ്കിലും പൊയ്ക്കോളാൻ പറഞ്ഞു. അഖിലേഷ് യാദവ് 1-2 സീറ്റ് ചിലപ്പോൾ UP കൊടുത്തേക്കും, അതുകൊണ്ടൊരു മൂലയ്ക്ക് പോയിരിക്കണം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പോഴത്തേക്കും ബീഹാറിലെ ഡൽഹിയിലായ പോലെ സംപൂജിരാവും. ഈ ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ് ഡൽഹിയിലുള്ളത്. മലയാളിയുണ്ട്, തമിഴനുണ്ട്, ഒറിയക്കാരുണ്ട്, മറാത്തിയുണ്ട്, എല്ലാവരും ഉള്ള ഒരു സ്റ്റേറ്റാണ് ഡൽഹി. ഡൽഹി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നത് ഡൽഹി നോക്കിയാൽ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ദില്ലി തെരഞ്ഞെടുപ്പിൽ 3 പ്രാവശ്യം അടുത്ത് 0 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. അപ്പം കാറ്റെങ്ങോട്ടാണ് വീശുന്നത് എന്നുള്ളത് ശശി തരൂരിന് മനസ്സിലായി. ഇനിയും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനവും അന്തസ്സും അടിയറവെച്ച് വേണം ഈ ബൗദ്ധികമായ അദ്ദേഹത്തെക്കാൾ വളരെ വളരെ താണു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ പ്രവർത്തിക്കാൻ. അതൊരു വലിയ ഒരു ഇൻ്റലക്ച്വൽ ചലഞ്ചാണ്. അദ്ദേഹത്തിന് നേരിടുന്ന ബൗദ്ധികമായൊരു വെല്ലുവിളിയാണ് ഈ രാഹുൽ ഗാന്ധിയോട് പ്രവർത്തിക്കുക എന്നുള്ളത്. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തിക്കുക കേരളത്തിലെ MP-മാർക്ക് കഴിയും. കാരണം ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും MP-യോ കോൺഗ്രസ് നേതാവോ ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധി ഈ പട്ടിയെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്കിൽ പിന്നെ അവിടെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഈ പട്ടിക്കുള്ള ബിസ്ക്കറ്റുമായിട്ടേ പോകത്തുള്ളായിരുന്നു. ബിസ്ക്കറ്റുമായിട്ട് പോകുള്ളൂ എന്ന് മാത്രമല്ല, അവർ പട്ടിന്ന് പോലും വിളിക്കത്തില്ല, പട്ടിജി എന്നേ വിളിക്കത്തുള്ളൂ. പട്ടിയുടെ 4 കാലിൽ അവർ തൊട്ട് തൊഴുതിന്. അതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ്റെ സാഹചര്യം. ആ സ്ഥിതിയിൽ നമുക്ക് ഇദ്ദേഹത്തിനെ ശശി തരൂരിനെ കാണാൻ പറ്റും. അപ്പം ശശി തരൂർ കോൺഗ്രസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു സത്യം പറഞ്ഞൊരു പക്ഷേ അങ്ങേക്ക് ഓർമ്മയുണ്ടാകും. കോൺഗ്രസ് വരുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഈ കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് നേതാക്കന്മാരെന്നൊക്കെ പറയുന്നത് കതറിട്ട മാംസപിണ്ഡങ്ങളാണ്. ഒരു പക്ഷേ അങ്ങ് ഓർക്കുന്നുണ്ട് തരൂർ പറഞ്ഞ് കതറിട്ട തരൂർ പറഞ്ഞ ആദ്യത്തെ സത്യം അതാണ്. ഇപ്പോൾ അവസാനം വന്ന് അദ്ദേഹം കേരള ഗവൺമെൻറ്റിനെ കുറിച്ച് എന്തോ നല്ല വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ ഈ ബഹളം ഉണ്ടാക്കുന്നത്. VD സതീശൻ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയാത്തതാണ് പ്രശ്നം. ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ച ഈ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് 2-3 പ്രശ്നമുണ്ട്. ഒന്ന്, നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം, ഇംഗ്ലീഷ് അറിയാവുന്നുണ്ട്, ഇംഗ്ലീഷ് വായിക്കാം. പക്ഷേ ഒരു ലേഖനം വായിച്ചാൽ പോരായല്ലോ, ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതൊന്ന് മനസ്സിലാക്കണമല്ലോ. അതാണ് തരൂർ പറഞ്ഞത്. ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാത്തതിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അങ്ങനെ പറയാൻ നിൽക്കുന്നത്. അദ്ദേഹം എന്താ എഴുതിയിരിക്കുന്നത്? ശശി തരൂർ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ അദ്ദേഹം ഒരിക്കലും ഗവൺമെൻറ്റിനെ ഒന്നും പുകഴ്ത്തിയില്ല. കേരളത്തിലെ ഇപ്പോഴേ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ട് അന്തരീക്ഷം നിൽക്കുന്നുണ്ട്. അത് കേരളത്തിലെ MP അങ്ങനെയല്ലേ പറയേണ്ടത്? ഒരു വ്യവസായം ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയണം. രണ്ടാമത്, കേരളത്തിലെ വ്യവസായ വകുപ്പിനെ, കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ച് നമുക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം കാണാം. പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ ഒരു ഗവൺമെൻറ് ശ്രമം നടത്തുമ്പോൾ രാജ്യസ്നേഹമുള്ള ഒരാൾക്ക് അതിൽ തിരിഞ്ഞു നിൽക്കാൻ പറ്റും. ന്യായമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ ഭംഗിയായിട്ട് കേരളത്തിലുണ്ട്. ഇവിടെ വരാം, എന്ത് ബിസിനസ്സും ചെയ്യാം. അതുകൊണ്ട് കേരളത്തിലെ വ്യവസായ വകുപ്പ്, അവരാണല്ലോ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ, അതുകൊണ്ട് അതിൽ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞതിനകത്ത് എനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ വ്യവസായ വകുപ്പ് നന്നായിട്ട് പ്രവർത്തിക്കുന്നൊരു വകുപ്പാണെന്നാണ് ഒരു ചെറിയ സംരംഭകൻ കൂടിയായ എൻ്റെ അഭിപ്രായം. നല്ല വകുപ്പാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഏത് DIC ചെന്നാലും, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്ററിൽ ചെന്നാലും അവർ മാന്യമായി പെരുമാറുന്നുണ്ട്, സഹായിക്കാൻ ആളുകളുണ്ട്, സഹായിക്കാൻ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ്
ശശി തരൂർ പറഞ്ഞത് ഈ കേരളത്തിലെ വ്യവസായം നന്നായിട്ട് പോകുന്നുണ്ട്, നിക്ഷേപത്തിന് അനുഗുണമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നേ പറഞ്ഞുള്ളൂ. അത് ശശി തരൂരിൽ കാണുന്ന ഈ കേരളത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് എനിക്ക് ശശി തരൂരിൽ കാണാൻ കഴിഞ്ഞത്. രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നതിൽ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് രാജ്യത്തെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചെന്നിട്ട് 200 കൊല്ലം ഞങ്ങളുടെ രാജ്യത്തെ കൊള്ളയടിച്ചവരാണ് നിങ്ങളെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചെന്ന് വളരെ മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നിരത്തി വെച്ചുകൊണ്ട് സംസാരിച്ച ആളാണ് ശശി തരൂർ. രാഹുൽ ഗാന്ധിക്ക് സ്വപ്നം കാണാൻ കഴിയും. പിന്നെ രാഹുൽ ഗാന്ധി നേരിടുന്നൊരു വെല്ലുവിളി, രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിന് മുമ്പോ പ്രസംഗിച്ചതിന് ശേഷമോ ശശി തരൂരിന് പ്രസംഗിക്കാൻ അവസരം കൊടുത്താൽ മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് തരൂരിൻ്റെ പ്രസംഗമാണ്. ഇതേ ഒരു പുസ്തകം കൊണ്ടുവന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൊക്കി കാണിക്കുക, അതുകൊണ്ട് വലിയ കാര്യമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കാര്യം നടക്കുന്നത്. ഈ പൊക്കി കാണിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഏറ്റവും കൂടുതൽ ലംഘിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛൻ ജവഹർലാൽ നെഹ്റു തൊട്ട് ഈ ഭരണഘടന അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇത് കാണിക്കും. ഈ പ്രതിപക്ഷ ഭരണകക്ഷി ബെഞ്ചിലിരിക്കുന്നവരെല്ലാം കൂടെ തെറി പറയും, ഇയാളുടെ അപ്പൂപ്പനും അമ്മൂമ്മയുടെ അച്ഛനും ഒക്കെ അല്ലേ ഇത് ചെയ്തത് എന്ന് ചോദിക്കും. തെറിവിളി കേട്ടുകൊണ്ട് പോകും. ബുദ്ധിയുള്ള ഒരുത്തനാണ് ഈ ഭരണഘടനയും കൊണ്ട് പോകും. ഭരണഘടനയോട് ഏറ്റവും നീതികേട് കാണിച്ചിട്ടുള്ള കോൺഗ്രസ് അല്ലേ, എന്തിനെ തെറിവിളി കേൾക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ് ഇല്ല. രാഷ്ട്രീയത്തിൽ എന്താ പറയേണ്ടത്, പാർലമെൻറ്റ് എന്തിലാണ് പറയേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതൊന്നും അറിയാൻ പാടില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ കൂടെ വെട്ടിയെടുത്ത് നടന്ന് തൻ്റെ ശിഷ്ടജീവിതം ഇല്ലാതാക്കണ്ട എന്ന് ധരിക്കുന്ന തരൂർ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അദ്ദേഹത്തിന് കോൺഗ്രസ് വിട്ട് ഒരു ഹിമാനന്ദൻ ബിശ്വ ശർമ്മയായിട്ട് മാറാം. കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് ശശി തരൂർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ രാഷ്ട്രീയമൊന്നുമില്ല, കോൺഗ്രസിൻ്റെ നിലപാടുകളോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂർ വന്നാൽ അത് നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ട്രിവാൻഡ്രത്ത് മത്സരിച്ചപ്പോഴേ എൻ്റെ ചില ബന്ധുക്കൾ അവരൊക്കെ ശശി തരൂരിൻ്റെ വലിയ ആരാധകരാണ്. അപ്പോൾ അവർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഒരു ചർച്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരനാണ് വോട്ട് ചെയ്യേണ്ടത്. BJP ആണ് അധികാരത്തിൽ വരുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചാൽ തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ തിരുവനന്തപുരത്ത് തിരഞ്ഞെടുത്തത് ശശി തരൂരിനെയാണ്. അത് അവരുടെ തീരുമാനമാണ്. പക്ഷേ അദ്ദേഹത്തിന് പകരം രാജീവ് ചന്ദ്രശേഖരനായിരുന്നു എങ്കിൽ ഒരു പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാറുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ശശി തരൂരെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എതിരായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ നിർത്തേണ്ടി വന്നത്. കാരണം ആ ലെവലിലുള്ള ഒരാൾ രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം നല്ലൊരു ടെക്നോക്രാറ്റാണ്, ഇദ്ദേഹം നല്ലൊരു റൈറ്ററാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ 100 പ്രാവശ്യം ആലോചിക്കാതെ സ്ഥാനാർത്ഥികളെ പാർട്ടി ഫയൽ ചെയ്യത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷ പാർട്ടി ആയിരിക്കണം, അവരാരെയും ഫയൽ ചെയ്യും. ഒരുപാട് സൽപ്പേരുണ്ടായിരുന്ന ആളായിരുന്നല്ലോ പന്നിൻ്റെ വീട്ടിൽ, അത്രയും സീനിയറായ നേതാവേ അവിടെ കൊണ്ട് തോക്കാൻ നിർത്തും. അത് സെൻസ് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. മറ്റേ സെൻസ് ഉള്ളവരാരും അത്തരം ഒരു വിഡ്ഢിതം കാണിക്കത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, തരൂരിൻ്റെ മുന്നിൽ തരൂരൊരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. തൻ്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കണോ, തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസിനെ രക്ഷിക്കാൻ ശ്രമം നടത്തണോ? അദ്ദേഹം CPM-ന് അനുകൂലമായിട്ട് നിലപാടെടുത്തു. പെരിയ കൊലക്കേസിനകത്ത് നരഭോജികളെന്ന് പറയുന്ന കമൻറ്റ് പിൻവലിച്ചു എന്നൊക്കെ പറയുമ്പോഴും അതിനകത്തൊരു വസ്തുതയോട് അദ്ദേഹം ആലോചിക്കണം. ഘടകകക്ഷികളുടെ പിന്തുണയുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനെ അംഗീകരിക്കാം. പക്ഷേ കോൺഗ്രസ് നേതൃത്വ സ്ഥാനത്തുനിന്ന് രാഹുൽ ഗാന്ധി മാറണം എന്നവരാവശ്യപ്പെട്ടാൽ, മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന ആളല്ലേ മുഖ്യമന്ത്രിയാകുന്നത്, അങ്ങനൊരു ആവശ്യം അവർ വന്നാൽ അവരുടെ ഓപ്ഷൻ തരൂരായിരിക്കും. അത്തരം ഒരു ഓപ്ഷൻ മുന്നോട്ട് വെക്കാൻ ഇടതുപക്ഷത്തിന് പറ്റിയാൽ അവർക്ക് അത്യാവശ്യം വേണ്ട പിന്തുണ സ്റ്റാലിൻ്റെയാണ്. അത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ശശി തരൂരിൻ്റെ ലക്ഷ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.